കാലത്തിനൊപ്പം ഇനി നമുക്കും സ്മാർട്ടാകാം. മൈജി, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പോ അതേപോലെ തന്നെ അതേ രീതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് തന്ന ഓരോ ഫീഡ്ബാക്കിനും ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട്. ലെസാഗു കോച്ചിങ് ആപ്പ് പ്രസൻസ് മൈജി കോമഡി ഉത്സവം ചാപ്റ്റർ 2. പരിപാടി തുടങ്ങണമെങ്കിൽ കാര്യക്കാര് വേണ്ടേ? അപ്പൊ അവരെ സ്വാഗതം ചെയ്യണ്ടേ? നമ്മളെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. കഴിഞ്ഞ 2 എപ്പിസോഡിന്റെ ചേട്ടാ ഫീഡ്ബാക്ക് അസാധ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും ചെത്തും ചെല്ലുമ്പോ നമുക്ക് ആ പഴയ അതേ സ്നേഹം തിരിച്ചു വന്നുവല്ലേ? അല്ല, സ്നേഹം കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പെട്ടെന്ന് ഒരു വർഷം പിന്നിലേക്ക് പോയി. അതാണ്, ആൾക്കാരുടെ സ്നേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളായി നമ്മൾ നിർത്തിയിട്ടെന്നോ അങ്ങനത്തെ ഒരു സംഭവം നമുക്കാണ് ഫീൽ ചെയ്യുന്നത്. ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിന്റെ റിപ്പീറ്റ് ആയിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് യൂട്യൂബിന്റെ ടെക്നോളജിയുടെ ഗുണം അതാണ് അല്ലേ? പിന്നെ തിരിച്ചുവരവാണ് കേട്ടോ നമ്മുടെ ട്രെൻഡിങ് ടോപ്പിക്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മോശമായി പോയേട്ടാ. എനിക്ക് അത്ഭുതം ഇതുവരെ മാറിയിട്ടില്ല. 12K വിസ്താര ഞങ്ങൾക്കും അത്ഭുതം മാറിയിട്ടില്ല. ബിജുക്കുട്ടൻ വന്നു. ഞാൻ കാണുന്ന അന്ന് മുതൽ എപ്പോഴും അത്ഭുതമാണ് കണ്ടില്ല. കാണാത്ത കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെടണം. എനിക്ക് തോന്നുന്നത് സ്വർഗത്തിലൊക്കെ എന്തോ കിണറ്റില് ഇറങ്ങിക്കണു. അവിടത്തെ സ്വർഗത്തിലാ. അടിപൊളി, സമ്മതിച്ചു. പക്ഷേ ഞാനേ നമ്മള് എപ്പിസോഡ് പോയതിനു ശേഷമാണ് അറിഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ഒരു കോവിഡ് സർവൈവർ ഉണ്ട്. അറിയില്ലേ? ഒരാള് കോവിഡ് സർവൈവ് ചെയ്ത ഒരാള് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഷാജു അത് കോവിഡ് സർവൈവർ ആണ്. ഒരാൾ മാത്രമല്ല, ഒരു കുടുംബം മൊത്തം അല്ലേ? എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ? എന്നിട്ടാണ് വന്നപ്പോ തന്നെ എന്നെ കെട്ടിപ്പിടിച്ചത്. മാറിയെന്നാണ് പറഞ്ഞത്. 2 മാസം മുമ്പാണ്. എന്നാലും 6 മാസം ഉണ്ടാവും. വിളിച്ചിട്ട് വന്നാണോ? എനിക്ക് വന്നില്ല, ഞാൻ വരുത്തിച്ച. അല്ല, ഇവനെ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞേ അങ്ങനെയല്ല, ചെറുതായിട്ട് അങ്ങനെ ഒരു പോസിറ്റീവ് അല്ല ടെനി. ആ പത്രത്തിൽ വായിച്ചു ഇതിന്റെ തീവ്രമായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അതിൽ ചെറുതാണ്. അപ്പോ ഇവരെ 4 പേരെ നല്ല കൈഡിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇരിപ്പിടങ്ങളിലേക്ക്. കോമഡി ഉത്സവം ചാപ്റ്റർ 2 ഇനി അടുത്തതായിട്ട് വൈറൽ വീഡിയോ സെഗ്മെന്റ് വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. പ്രമുഖ ഫിറ്റ്നസ് മോഡലും ജിംനാസ്റ്ററുമായ പാരുൾ അറോര മലയാളികൾക്ക് ഇന്ന് ഏറെ സുപരിചിതയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ ജിംനാസ്റ്റിക് പ്രകടനങ്ങളാണ് ഈ താരത്തെ കൂടുതൽ ജനകീയ മുഖമാക്കി മാറ്റിയത്. ഹരിയാന സ്വദേശിയായ പാരുൾ 15 വർഷമായി ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു ജിംനാസ്റ്റിക് അക്കാദമി കുട്ടികൾക്കായി ആരംഭിക്കണമെന്ന ആഗ്രഹമാണ് ഈ സോഷ്യൽ മീഡിയ താരത്തെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റൊരു ഷോയിലും മുഖം കാണിച്ചിട്ടില്ലാത്ത പാരുൾ തന്റെ വിസ്മയ പ്രകടനങ്ങൾ കോമഡി ഉത്സവത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. പാരുൾ അറോരയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹസ്വാഗതം. ഹായ് പാരുൾ. Hi sir. Welcome to Kerala. Welcome to Comedy Ulsav. Thank you sir. Okay. See, among all of us, he's the one person who's comfortable in Hindi. Okay. Hi Rara. Hi sir. Hello. नमस्कार. Namaste sir. नमस्ते sir. तो ये वीडियो का आइडिया कैसे मिला? वीडियो का आइडिया हम नॉर्मल सोशल मीडिया पे वीडियोस बनाते हैं, अलग अलग ड्रेसेस में ट्राई करते हैं. तो ये वाली वीडियो का आइडिया जो मेरे कोरियोग्राफर हैं माइकल होशियार सिंह, उनका था. Okay.
तो हमने साड़ी में फ्लिप ट्राई किया तो वो बहुत ज़्यादा अच्छा लगा अभी सबको। बहुत लोग ट्राई कर रहे हैं ना हाँ अभी सारी बहुत दुनिया में बहुत सारे लोग ट्राई कर रहे हैं. हाँ जी, अभी सेट अप अ सब- ट्रेंड एक्चुअली. यस यस I've heard that you got a championship in something. ये मैं नेशनल जिमनास्ट हूँ, नेशनल मेडलिस्ट, और 2013-14 में जो टीम ऑल इंडिया इंटर यूनिवर्सिटी थी उसमें हमारी टीम गोल्ड थी और मेरा इंडिविजुअली सेकंड ऑलराउंडिंग था। Wonderful, wonderful. നാഷണൽ ജിംനാസ്റ്റ് ആണ് പുള്ളിക്കാരി. നാഷണൽ ജിംനാസ്റ്റ് ആണ്. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ അവരുടെ ടീമാണ് ഗോൾഡ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ നമ്പർ 2 ആയിരുന്നു അല്ലേ, സെക്കൻഡ് ആയിരുന്നു. Let us introduce your choreographer as well. उनको भी बुलाऊं यहाँ? Yes, yes. His name is माइकल होशियार सिंह। Michael Hoshiar Singh. May I request you here on stage, sir? What was this idea? How did you get to this idea? Flipping in a sari. एक्चुअली जो प्लानिंग थी वो ये थी कि बहुत सी जो लेडीज़ लोग हैं वो विलेज में रहती हैं और वो कुछ कर नहीं पाती, तो उनके लिए था कि अगर वो देखेंगी साड़ी में तो वो भी कुछ करने के लिए प्रेरित होंगी। वो तो बहुत अच्छा है. പ്രജോട്ട ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും എല്ലാവർക്കും. അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് കുറെ സമയം എടുത്തു, അതുകൊണ്ട് അത്ര പെർഫെക്ഷൻ കിട്ടിയെന്നാണ് പറഞ്ഞത്. കണ്ടാ കണ്ടാ. So the stage is yours. Thank you. Let's see how you perform. Yes. Everyone, please together. Just a mistake. Whoa!
Come on, everyone. That was so fabulous. ഇതിന്റെ വീഡിയോ എങ്ങനെ കണ്ടാലും ഇത് ഇത്ര അടുത്ത് കാണുമ്പോഴാണ് നമ്മൾ അത്രയും ടെൻസ്ഡാവുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. മാത്രമല്ല സാരി ഇട്ടുകൊണ്ട് ഇത് ചെയ്യാനുള്ള പ്രയാസം എന്താണ് നമ്മൾ കണ്ടതാണ്. Amazing. Hats off to you, Parul. Thank you, sir. And again, your idea, sir. बहुत अच्छा निकला है. Thank you. Tinjara. There are a lot of girls in India who cannot properly wear sari. When that is a big task, we can't imagine how can you flip with this sari. Hats off. Thank you, sir. Tinjara. अरे बाय कुछ नहीं बोलो बाएगा अय्यो. उसका क्या टैगलाइन है वो? ഒന്നും പറയില്ല. അതാണ് ഹിന്ദി പറഞ്ഞപ്പോ. मैं हिंदी नहीं मालूम മലയാളത്തിൽ പറയാം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഈ ജമ്പിങ് ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് പ്രാവശ്യം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ഇവിടെ. ഞങ്ങൾ അതിശയിച്ച് നിൽക്കായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ പ്രജോട്ടാ. हाय अरोरा, Hello, sir. आपकी प्रदर्शन बहुत अच्छा है. Thank you, sir. പ്രജോട്ടാ, ഈ പ്രദർശൻ എന്നുള്ള വാക്ക് മാറ്റണോ? आपकी एटीट्यूड നമ്മൾ ഈ ശരിക്കും ഈ നോർത്ത് ഇന്ത്യൻസ് ഇപ്പം ഹോളിവുഡിലൊക്കെ സ്റ്റാർസിനെ വെച്ച് നോക്കുമ്പോൾ അവർ ടി വി ഷോസിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും അല്ലേ? അവർ സ്റ്റാറുടെ നോക്കാതെ ഉള്ള ഒരു പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് അവരുടെ പെർഫോമൻസ് കാണാം. അപ്പോൾ ഈ അരോറയുടെയൊക്കെ വീഡിയോ നമുക്ക് കാണുമ്പോൾ ഇതൊന്ന് നേരിട്ട് കാണണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ഹിന്ദിയൊക്കെ പറയണമെന്നാണ്. പക്ഷേ ആദ്യത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി. കാരണം നമുക്ക് ടെൻഷനായി പോയി. ഇത്രയും ടെൻഷൻ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഈ കോമഡി ഉത്സവം ചാപ്റ്റർ 2-ന് നമുക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ്, വലിയൊരു നിധിയാണ് അരോര. He's saying you're a gift to Comedy Ulsam Chapter 2. Thank you so much, sir. ഷാജേട്ടാ. എക്സലന്റ് പെർഫോമൻസ്. മിഥുൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുത്ത് കറക്റ്റായിട്ട് നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ഈ ഒരു സമയത്ത് ഇത്രയും എക്സലന്റ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന പറയുന്നത് ഈ ഫ്ലോറിൽ സാറിന് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സെറ്റപ്പുകളൊന്നും ചെയ്യാതെ നമ്മുടെ ഈ ഫ്ലോറിൽ ചെയ്യുന്ന വെച്ചാൽ വലിയ എക്സലന്റ്. ചേട്ടാ ഒന്ന് താഴ്ത്തു വരുമോ അവർക്കൊരു സമ്മാനം കൊടുക്കാനായിട്ട്? South India's biggest digital showroom is MyG. Okay, they would love to give you a gift hamper. Thank you, sir. A line in Malayalam? Huh? Malayalam for everyone? സന്തോഷമുണ്ട്. ഇവിടെ വന്നതിൽ ഇവിടെ വന്നതിൽ വളരെ വളരെ സന്തോഷം. സന്തോഷമല്ല സന്തോഷമുണ്ട്. 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 ഉണ്ട്. ഓക്കെ. ഇത് നല്ല നല്ല 4 ഫ്ലിപ്പ് അടിക്കാനാണ് ചെയ്യുക. But everyone, നമുക്കൊരു appreciation please. MyG Comedy Ulsam Chapter 2-ൽ ഇനി അടുത്തതായിട്ട് സ്പോട്ട് ഡബിങ്ങിന് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നു. ഇവിടുത്തെ താരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണ്. ലെറ്റ്സ് വെൽക്കം അഖിൽ. കുറെ നാളിന് ശേഷം കാണുന്നു. ആഫ്റ്റർ ലോങ് ടൈം. അതെ അഖിലേ, ശരിക്കും മെലിഞ്ഞു കേട്ടോ, വീണ്ടും മെലിഞ്ഞു. ആ നേരത്തെ തന്നെ മെലിഞ്ഞിട്ടായിരുന്നു, പക്ഷെ എന്നാലും കോവിഡ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വേറെ ഒന്നും ചെയ്യാത്തോണ്ട്. ആ സത്യം. അത് മാത്രല്ല ഇതിനിടയ്ക്ക് വിവാഹിതനായി എന്ന് പറഞ്ഞു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അഖില ഇന്ന് ആർക്ക് വേണ്ടി സ്പോട്ട് ഡബിംഗ്? ടോവിനോ തോമസിന്. ആ ലവ്ലി. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് നിന്നോ. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും. സിഗരറ്റിന് പാക്കറ്റിന് പുറത്ത് ക്യാൻസർ കോസസ് സ്മോക്കിംഗ് എഴുതി വെച്ചും പറഞ്ഞ് ഓലക്ക് പോത്തൊരു ഫോട്ടോ. കടലിൽ നിന്ന് 3-ാം പക്കം പോകുന്ന ഡെഡ് ബോഡി കാണാൻ ഇതിനേക്കാളും ഡീസൻ്റ് ആയിരിക്കും. കഴിഞ്ഞില്ല, ഇനി എങ്ങനെ ഒരു സിനിമ ആണ് തിയേറ്ററിൽ പോയാലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്. ശോകം സീനാണത്. അത് കണ്ട് മനുഷ്യൻ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി അപ്പം തന്നെ പുറത്ത് ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ച് വിളിച്ച് തിരിച്ചു വരും. അല്ല, ഞങ്ങൾ ഈ സിഗരറ്റ് വലിക്കുന്ന ഡിജംബർമാരല്ലേ? അത് ഞങ്ങളൊക്കെ തവിട് കൊടുത്ത് മേടിച്ചാണോ? നമുക്ക് ഗേൾ ഫ്രണ്ട് പ്രാരാബ്ദം നമുക്ക് എങ്ങനെ ഗേൾഫ്രണ്ട്? ഇൻ ഇന്ത്യ ലവ് ഗേൾ ഫ്രണ്ട്
വെരി വെരി എക്സ്പെൻസീവ്. നിക്കറിയറിപ്പോ അപ്പം നമുക്ക് നോ ഗേൾ ഫ്രണ്ട്. ആ ഇൻ മൈ ഹോം ഐ വാൽസിലെ മമ്മൂട്ടി. ഇൻ ഇന്ത്യ എവറി ഹോം 1 വാൽസിലെ മമ്മൂട്ടി ഷുവർ. ഒന്നുമില്ല, നത്തിങ്. മുണ്ടെടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യമാണെന്നത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന നല്ല 2 തെറി പറയാനും അറിയാം. സൂപ്പർ. കഴിഞ്ഞ 1 വർഷം പ്രാക്ടീസ് ആയിരുന്നു അല്ലേ? അല്ല, പ്രാക്ടീസ് അല്ല, ഞാനിവിടെ സ്പോർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഈ ഓപ്പണിംഗിൽ ഇപ്പൊ ഇതിനെ ചെയ്യാന്ന് വെച്ചു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ, വെരി വെൽ ഡൺ എന്ന് പറഞ്ഞാൽ ചിലടത്തൊക്കെ ഉണ്ടല്ലോ, നമ്മളിവിടെ അഖിലിനെ മറന്ന് ടൊവിനെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കേട്ടോ. താങ്ക് യു. ഞാൻ ആ ലാസ്റ്റ് സീനിൽ നിന്ന് തന്നെ തുടങ്ങാം. ടൊവിനോ എത്രയോ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇരിക്കുന്ന ഓരോ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയും ആഗ്രഹം ഇതുപോലെ 1 മിനിറ്റെങ്കിലും ഒരു സ്ക്രീനിൽ വന്നൊന്നും ആഗ്രഹമുള്ളവർ തന്നെയാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അവർ വേറെ പണിക്ക് പോയതിനെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അഖിലിൻ്റെ എത്രയോ കാലത്തെ ശ്രമമാണ് ഇത്രയും നേരം ലോക മലയാളികൾക്ക് കാണാൻ സാധിച്ചത്. അതിന് ഞാൻ സല്യൂട്ട് ചെയ്യാം. അത് പ്രാക്ടീസ് വർക്ക് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും പെർഫെക്ഷൻ ആയത്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ്. താങ്ക് യു. അഖിലേ പൊളിച്ചടക്കികളാ. താങ്ക് യു. സൂപ്പറായിരുന്നു, സൂപ്പർ. 3 റേഞ്ചാണ് കാണിച്ചത്, 3 റേഞ്ച്. അത് 3 റേഞ്ചും കറക്റ്റാണ്. ആ സിനിമയുടെ റേഞ്ചിന് തന്നെ പിടിച്ചിട്ടുണ്ടാക്കില്ലേ. കാരണം തീവണ്ടിയിലെ റേഞ്ച് ഭയങ്കര ഹെവി റേഞ്ചാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഡയലോഗാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിലോമീറ്റർ. അതെ അതെ, അതൊക്കെ ഭയങ്കര ബേസ് കൂട്ടിയിട്ടുള്ള സൗണ്ടാണ്. എല്ലാം കറക്റ്റായിരുന്നു, ഒരക്ഷരത്തിന് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടായിരുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അഖില ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കൈയ്യടി തരുന്നത് തെരഞ്ഞെടുത്ത ക്ലിപ്പിംഗ്സ് അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന സിനിമകളാണ്. ഈ സിനിമകൾക്ക് ഈ സീനുകളൊക്കെ നമുക്ക് മനഃപ്പാടമാണ്. അപ്പോൾ ഈ നമുക്ക് കൈയടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം നമുക്ക് സന്തോഷം തരുന്ന കറക്റ്റ് സീനുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഖിൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് മുമ്പോട്ട്. താങ്ക് യു. അഖിലേ, ഇവിടെയൊക്കെ മനസ്സിലൊരു ഹീറോ ആവാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ നടക്കാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ, അതിലേക്കുള്ള ഒരു പാതയിൽ നമ്മൾ മറ്റൊരു ഹീറോയെ അനുകരിച്ചുകൊണ്ട് ഒരു ഹീറോ ആവുന്നതാണ് ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ. തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് അത്രയും പെർഫെക്ഷനിലാണ് അത് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂമായ മൈജി നൽകുന്ന ഹാമ്പർ നൽകാനായിട്ട് ചേട്ടാ ഒന്ന് വരും. കഴിഞ്ഞ നമ്മുടെ 2 എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഫീഡ്ബാക്ക് വന്നത് 0 to ഹീറോ എന്ന് പറയുന്ന ഈ ഫീച്ചറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പേരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനുണ്ട് അവരെ 0 to ഹീറോ എന്ന് വിളിക്കുക, ഇവർ ഓൾറെഡി ഹീറോസ് അല്ലേന്ന്. അതല്ല, ഇവർ ഹീറോസ് തന്നെയാണ്, പക്ഷെ അവർക്ക് ഇതുവരെയും കിട്ടിയിരുന്നത് 0 അംഗീകാരമാണ്. നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്ന് നമ്മളാൽ കഴിയുന്ന ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുന്നു. ആ അംഗീകാരം നിങ്ങൾ തുടരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ 0 to ഹീറോയിൽ വരുന്നത് ആരാണെന്ന് നോക്കാം. നമുക്ക് ഏലി അപ്പൂപ്പനെ പരിചയപ്പെടാം. പുള്ളിക്കാരൻ ആളൊരു പക്ഷിയെപ്പോലെ. ചില സമയത്ത് നാട്ടിൽ കാണും, ചില സമയത്ത് കാട്ടിൽ കാണും, ഇല്ലെങ്കിൽ മറ്റു ദൂരെ ഏതോ സ്ഥലങ്ങളിൽ കാണും. കാടും മേടും താണ്ടി പറന്ന് നടക്കും. ഒരു നാടിൻ്റെയും കാടിൻ്റെയും സകലം സ്നേഹം കിട്ടുന്ന അപ്പൂപ്പൻ, ഞങ്ങളുടെ എരുമേലിക്കാരുടെ എലിയപ്പൂപ്പൻ. പുറത്തുള്ളവർക്കാണ് ഇത് കേശവൻ അപ്പൂപ്പൻ, ഞങ്ങൾക്ക് ഇത് എലിയപ്പൂപ്പനാണ്. നാട്ടിലും കാട്ടിലും എല്ലാം പറന്ന് നടക്കുന്ന എലിയപ്പൂപ്പൻ.
രാവിലെ എഴുന്നേറ്റ് വടിയും കുത്തിപ്പിടിച്ച് ഒരു സഞ്ചിയും പിടിച്ചങ്ങ് നടക്കും. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അങ്ങ് നടക്കും. രാവിലെ ജോയിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല കടുപ്പത്തിനൊരു ചായ, അത് പതിവാ. ചായയുടെ കടുപ്പം വിടുന്നതിന് മുമ്പ് എരുത്താപ്പുഴ ഷാപ്പിൽ നിന്ന് ഒരു കപ്പ് കള്ള. ഇതാ അപ്പൂപ്പൻ്റെ പതിവ്. ഉലകത്തിൽ ജീവനടാ കല്ലില്ലാത്ത നാടുണ്ടോടാ, ദൈവം തന്ന കള്ളാണ് ഉള്ളിൽ തല്ലണ്. തല പമ്പിരിയായി തല പമ്പിരിയായി തല പമ്പിരിയായി. ഷാപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ വീടുകളിലേക്കാ. വിളിച്ചിട്ടല്ല, വിളിക്കേണ്ട കാര്യമില്ല, ആള് നേരെ അങ്ങ് ചെല്ലും. എല്ലാം സ്വന്തം വീടാ പുള്ളിക്ക്. എല്ലാ വീട്ടിലേക്കും ചെല്ലും. എലിയെ പിടിക്കാനുണ്ടോന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകുന്ന ഏതെങ്കിലും വീട്ടിൽ നിന്നൊരു സമ്മതം കിട്ടിയാ പിന്നെ വേട്ട തുടങ്ങുക. നല്ല ഒന്നാം തരം എലിവേട്ട. പണ്ട് പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, പുകച്ച് പുറത്തി അടിക്കുമെന്ന്? അത് തന്നെയാ അപ്പൂപ്പന്റെ വേട്ട പരിപാടി. എലിയുടെ മാളത്തിൽ ചെന്ന് പിടിക്കും. രണ്ടും മൂന്നും ദിവസം കെണി വെച്ചാലും ചിലപ്പോൾ എലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അപ്പൂപ്പന് കാപ്പിക്കുള്ള കൈനീട്ടം ആ വീട്ടുകാർ റെഡിയായിരിക്കും. അതവരുടെ സ്നേഹമാണ്, എലിയപ്പൂപ്പനോടുള്ള സ്നേഹം. വേട്ട കഴിഞ്ഞ ആറ്റിലൊരു കുളി, അതും പമ്പാവാസിനെ കൈവപ്പിക്കൊണ്ട്. ഈ വീരസാഹസികതയെല്ലാം കഴിഞ്ഞാൽ പുള്ളി പിന്നൊരു പോക്ക. നാടും മേടും മലയും കുന്നും എല്ലാം കയറി നടന്ന് ഒരു പോക്ക. ഈ ഉലകത്തിൽ ജീവനടാ കല്ലില്ലാത്ത നാടുണ്ടോടാ, കല്ലില്ലാത്ത നാടുണ്ടോടാ, ദൈവം തന്ന കള്ളാണുള്ളിൽ ഓളം തല്ലണ്. തല പമ്പിരി. ആ വീഡിയോ കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും പുള്ളി ഒന്ന് നേരിട്ട് കാണണമെന്നില്ലേ? പിന്നെ വിളിക്കട്ടെ? തീർച്ചയായിട്ടും. കേശു മൂപ്പൻ എന്നറിയപ്പെടുന്ന കേശവൻ അപ്പൂപ്പൻ എന്ന് എല്ലാവരും വിളിക്കുന്ന, അല്ല ഏലി അപ്പൂപ്പൻ എന്ന് എല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അപ്പൂപ്പന് എത്ര വയസ്സായി? 97. ഈ കാടും മലയും ഈ വീടുകളിലും ഒക്കെ അങ്ങനെ നടന്ന് പോകുന്ന 97-ാമത്തെ വയസ്സിലാണ്. ഇപ്പം വരെയും എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? സൂക്ഷം പറയാനൊക്കത്തില്ല. എന്നാലും ഒരു 12-13 വയസ്സ് തൊട്ട്. അപ്പൂപ്പ, നിങ്ങളുടെ മാത്രം ഒരു ഭാഷയുണ്ടല്ലോ. ആ ഭാഷ പറഞ്ഞാൽ ഇപ്പോൾ അതിന് ലിപിയില്ലാത്ത ഭാഷയാ. ലിപി ഇല്ലാത്ത ഭാഷയാണ് കേട്ടോ, എഴുതാൻ പറ്റില്ല. അപ്പൊ അത് ഒന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച്. ആ തിണ്ട വരച്ചനാരൊക്കരും കൂടുതൽ എന്നെ ഇങ്ങനെ വരുത്തുക. ഞാനപ്പോൾ ആ തിണ്ട ഇടയിൽ വരച്ചാത്ത ഞാൻ അവരെ ഒരു സംഭാവനമായിട്ട് ഞാൻ എൻ്റെ സംസാരം കൊടുത്തവേ. ഓഹോ, ഇതിനൊരു പാട്ട് ഇപ്പൊ ഇതിനകത്ത് പാടുന്ന കേട്ടു. ആ പാട്ട് നമുക്ക് വേണ്ടി രണ്ടുപേരും പാടാവോ? പിന്നെന്താ വേറെ പാട്ടുണ്ടെങ്കിൽ ആ പാട്ട് ആവാം. പാട്ട് പലതുണ്ടല്ലോ. ആണോ? കല്ലുലകത്തിൽ ജീവനടാ കല്ലില്ലാത്ത നാടുണ്ടോടാ, ദൈവം തന്ന കള്ളാണുള്ളിൽ തല്ലണേ. തല പമ്പിരിയായി തല പമ്പിരിയായി തല പമ്പിരിയായി. ഈ ഉലകത്തിൽ ജീവനടാ കല്ലില്ലാത്ത നാടുണ്ടോടാ, ദൈവം തന്ന കള്ളാണുള്ളിൽ തല്ലണേ. തല പമ്പിരിയായി തല പമ്പിരിയായി തല പമ്പിരിയായി.
വേറെ പാട്ടുണ്ടോ? പാട്ട് പലതല്ലയോ ആണല്ലേ? പിന്നെ അപ്പൊ എരുമേലിക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഈ പാട്ടാണോ? എരുമേലിക്കാർക്കെന്നോ എവിടുത്തുകാരാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെടണമെന്ന് താല്പര്യം തോന്നുകയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി വേറെ ഒരു പാട്ടും കൂടി. പെണ്ണെ പെണ്ണെ നീ വരൂ, കൺകുളിരെ നീ വരൂ, മാവിൻ്റെ ചോട്ടിൽ ഊഞ്ഞാലിലാടുവൻ നീ വരൂ, കൂട്ടാനൊരു പൂനിലാവിൽ മൊലുന്നരാവിൽ വെള്ളിമുത്തുമാലവാനിൽ പൊട്ടി വീണു മിന്നുജേലിൽ, വെള്ളിമുത്തുമാലവാനിൽ പൊട്ടി വീണു മിന്നുജേലിൽ. ഓ നമ്മള് എലിയപ്പൂപ്പനോട് എന്താ പറയാനുള്ളേ? ആ ബാഗിൽ എന്താണ്? അപ്പൊ ആ സഞ്ചിയിൽ എന്താ? ഇവിടെ നമ്മൾ ചോദിച്ചിട്ടൊന്നും താഴെ വയ്ക്കാൻ പോലും സമ്മതിച്ചില്ല. സമ്മതിച്ചിട്ടില്ല. അല്ല, എന്താന്ന് കാണിച്ചു തരുമോ? ഷർട്ടുണ്ട്, സോപ്പുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു അരിവായുണ്ട്. അലുവ? അരിവ അരിവാള് വെട്ടണത്. അരിവ ഉണ്ടോ? ശരി. മിഥുൻ, ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം, ബാക്കിയുള്ളവർക്കും കൂടെ കേൾക്കാനാ. അത് നമ്മള് സ്ഥിരമായിട്ട് വീട്ടിലെ എലിശല്യം ഉണ്ടെങ്കിലും ഈ കാറിനകത്ത് ഇത് കയറും. കാരണം വയർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒരു രക്ഷയിലായിരുന്നു. അപ്പോൾ ഓരോ തവണയും നമ്മളിത് കൊണ്ടുപോകുമ്പോൾ ഇൻഷുറൻസ് ഇതിന് കിട്ടില്ലായിരുന്നു, ഇതിന് മാത്രം തരില്ല. അപ്പോൾ 13,000 രൂപ 14,000 രൂപ അങ്ങനെയായി. അങ്ങനെ ഞാൻ ആരോ പറഞ്ഞു ഈ പുകയില അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എലി വരില്ലെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കി ഞാൻ നോക്കിയപ്പോൾ പിന്നെ എലി കണ്ടില്ല. പക്ഷെ ഒരു ദിവസം നോക്കിയപ്പോൾ ഡിക്കിനകത്ത് എലി പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്ത് 14,000 രൂപ കൊടുത്തു. എൻ്റെ ഭാര്യ പ്രസവിക്കാൻ ഞാൻ 6,000 രൂപ കൊടുത്തു. എലി പ്രസവിച്ച് 3 ഉണ്ട്. അപ്പൊ ഇവരെ കൊണ്ടുപോയാലോ പാലക്കാട്ടേക്ക്? ഇല്ല, പോകാനൊന്നും എനിക്കിപ്പോ നിങ്ങൾ എങ്ങും പോകാൻ ഒക്കത്തില്ല. ഇതൊരു ക്യൂട്ടല്ല, ഈ 97 വയസ്സിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അമൃതം. 97 വയസ്സായി. ഇപ്പൊ ജീവിതത്തില് എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടോ? നിർബന്ധകരമായിട്ട് ഒരു ആഗ്രഹവും ഇല്ല. ഒരു ആഗ്രഹവും ഇല്ല? ഇല്ല. ആവശ്യങ്ങളുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. എല്ലാം കിട്ടിക്കഴിഞ്ഞു. അങ്ങ് ദൈവം തമ്പുരാൻ തന്നിട്ട് ഉണ്ട്. ആണ്. ഞാൻ ചോദിക്കട്ടെ, വീടുണ്ടോ സ്വന്തമായിട്ട്? സ്വന്തമായിട്ട് വീട് ഇല്ല. ഇല്ല. എന്നാ വീടുണ്ട്. അതെങ്ങനെയാ? സ്വന്തമായിട്ട് കിടക്കുകയല്ലോ. അപ്പോൾ ഒരു ഈ കടലാസ് കൊണ്ട് ഷീറ്റ് വാങ്ങിച്ചിങ്ങനെ ഒരു പെരയായിട്ട് ഞാൻ ഉണ്ടാക്കി കിടപ്പുണ്ട്. കടലാസ് കൊണ്ട് ഷീറ്റ് ഉണ്ടാക്കി? കടലാസ് ഷീറ്റായിട്ട് ഈ വലിയ ഷീറ്റുണ്ട്. അത് വില കൊടുത്ത് ഇവിടെ ഇരിക്കുന്നവരും ഇത് കാണുന്നവരും നമ്മളെല്ലാം ഒരു ദിവസമെങ്കിലും എലിയപ്പൂപ്പനായിട്ട് ജീവിച്ചാല് ഒരു 10 വർഷം ആയുസ് കൂടുതൽ കിട്ടും. കാരണം കണ്ട, പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ചോദിച്ചപ്പോഴൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, അതാണ് പറഞ്ഞത്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഇത്രയും ജീവിതത്തിലെ എനിക്ക് വലത്ത് തുടക്കി കമ്പി ഇട്ടിരിക്കുക, നട്ടല് കഴിച്ചിരിക്കുക. കമ്പി ഇട്ടേക്കുവാണ്. അപ്പോ ഒരു പനി വന്നു, ന്യൂമോണിയ വന്ന് നട്ടെല്ലാം കിഴിച്ചതാ. അപ്പോൾ എനിക്ക് തീരെ വയ്യെന്നായി. അപ്പോൾ എനിക്ക് ചില വെള്ളം കൊണ്ടുപോയി കഴിയുന്നതും വഴിയില്ല. ഏതായാലും അതിന് മാത്രം വലിയ അമ്പലം വെച്ചോണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വഴിയും വെള്ളമാണ് വേണ്ടത്. അതാണ് ഏറ്റവും ആവശ്യം. ആണോ? വഴിയും വെള്ളവുമാണ് പുള്ളിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കുള്ള താമസക്കാരനുമാ. ഞാനേ നിങ്ങളെ 4 പേരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോട്ടെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ വായിച്ചിട്ടില്ല, പൈറ്റ് പൈപ്പർ എന്ന് പറഞ്ഞാൽ? ആ പൈറ്റ് പൈപ്പറാണ് ഇതെന്ന് തോന്നുന്നു. അത് ജർമ്മനിയില്, ഇവിടെ ഇവിടുത്തെ പൈറ്റ് പൈപ്പർ. അതെ, നമ്മുടെ പൈറ്റ് പൈപ്പറാണ് നമ്മുടെ എലിയപ്പൂപ്പൻ കേട്ടോ. എല്ലാരും നമ്മുടെ സ്നേഹമാണ് കേട്ടോ. ആധുനികതയുടെ വേഷവിധാനങ്ങൾക്കിടയിലും വേറിട്ടൊരു ജീവിതം നയിക്കുന്ന, പഴമയുള്ള ജീവിതശൈലിയിൽ ഉറച്ച് ജീവിത നൂറ്റാണ്ടിനോട് അടുക്കുന്ന, പുരോഗതിക്കിടയിലും പാരമ്പര്യ വിദ്യകളും നാട്ടറിവുകൾക്കും ഇടമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന കേശവൻ മൂപ്പന്, നമ്മുടെ എലിയപ്പൂപ്പന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹമാണ്. അപ്പൊ കോമഡി ഉത്സവത്തിലെ ഇന്നത്തെ റിയൽ ഹീറോ എലിയപ്പൂപ്പന് എല്ലാരും ചേർന്ന് സല്യൂട്ട്.
നമ്മളെ അപ്പൂപ്പനിലേക്ക് എത്തിച്ചത് അബി പി മാഹീൻ എന്ന് പറയുന്ന ഒരു ക്യാമറമാനാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എരുമേലിയിലെ അദ്ദേഹത്തിന് തന്നെ കുറച്ച് നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സഹോദരങ്ങളാണ്. അവരെയും കൂടി ഇങ്ങോട്ടൊന്ന് സ്വാഗതം ചെയ്യാം. ദയവ് ഇത് വരൂ. പറയുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഇതെടുത്തതും ഒക്കെ എഫേർട്ട് എടുത്തതിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പൊ ഇതുവരെ ഒരു വീടില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ പുള്ളിയുടെ വീടിന്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പട്ടയത്തിന്റെ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ഈ രേഖകൾ വേണം. അപ്പൊ ആ രേഖ ഇല്ലാത്തത് കൊണ്ട് ഒരു ആനുകൂല്യം കിട്ടുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ വച്ചു കൊടുക്കാൻ പറ്റാത്തത് അല്ലേ? ബാക്കി 90 വീട്ടുകാരാണ് അവിടെ ആ കോളനിയിലുള്ളത്. ബാക്കി എല്ലാവരും 89 വീട്ടുകാർക്കും വീടുകളുണ്ട്. അപ്പൊ നമ്മുടെ അവിടുത്തെ MLA ആരാ? ഇപ്പം PC ജോർജ് സാറാണ്. അപ്പൊ പിന്നെ പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ നടക്കാത്ത കാര്യമുണ്ടോ? പുള്ളി ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നത്. പുള്ളി ഈ ഫ്ലോറിൽ വന്നിട്ടുള്ള ആളാ. നിങ്ങൾ നോക്കിക്കോണം. ബാക്കി എല്ലാ പിന്തുണയും ഉറപ്പാണ്. PC ജോർജ് സാർ തരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 100% ഞങ്ങൾ കോമഡി ഉത്സവം ചാപ്റ്റർ 2 മിമിക്രി കോമ്പറ്റീഷനിലേക്ക് കടക്കാൻ പോവാണ്. നിയമങ്ങൾ ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പറയാം. രണ്ട് സൈഡിലും 25 നമ്പറുകൾ വീതം. 25 നമ്പറുകളിൽ ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം. ആ നമ്പറിന് പുറകിലുള്ള ശബ്ദം ഏതാണോ ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യാൻ തയ്യാറാവണം. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. എന്നിട്ട് അതിന്റെ പുറകിൽ ഒരു ഫിഗർ ഒളിച്ചു കിടപ്പുണ്ട്. ആ ഇമേജ് കണ്ടുപിടിക്കുന്ന ടീമാണ് വിന്നേഴ്സ്. അവർക്കാണ് മൈജി നൽകുന്ന സമ്മാനം സ്വന്തമാക്കാൻ പറ്റുക. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ടീമേ നമുക്ക് ടീം എയുടെ ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. പ്രമോദ് പ്രിൻസ് ആൻഡ് അശ്വൻ. പ്രമോദ് എങ്ങനെ ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടം? അടിപൊളിയായിരുന്നു. അടിപൊളിയിൽ തന്നെ ഒരു വിഷമുണ്ടല്ലേ? അതെ അതെ അതെ. എങ്ങനെയാന്ന് വെച്ചാല് വീട്ടിലൊന്നും ആർക്കും അങ്ങനെ ഇല്ല, കുഴപ്പമില്ലായിരുന്നു. വീട്ടിലൊന്നും കുഴപ്പമില്ലാതെ പോയി. വിജേട്ടാ നമ്മളെല്ലാരും ചേർന്ന് ഒരു വലിയ കൈഡി കൊടുക്കണം. കാരണം മാസ്റ്ററിന്റെ മലയാളം പതിപ്പിൽ വിജയ്ക്ക് ഡബ് ചെയ്ത ആരെന്നറിയാമോ? പ്രമോദ് പ്രിൻസ് ആണ്. അശ്വന്തേ ഇതിനിടയ്ക്ക് ഒരു ആൽബം അഭിനയിച്ചു. കൊറോണ കാലത്ത് വെറുതെ ഇരുന്നില്ല. ഒരു ആൽബം അഭിനയിച്ചു, നന്നായിട്ട് പോയി അല്ലേ? അത് ആ പാട്ടൊക്കെ വെബ് സീരീസും ആണല്ലേ? അതല്ലേ സംഭവം. അശ്വന്ത് ടീം ബിയുടെ ഇന്നത്തെ സാരഥികളെ പരിചയപ്പെടാം. സുവനീഷ് പട്ടാമ്പി ആൻഡ് ബിന്ദുജ. സുവനീഷ്, പട്ടാമ്പിയിൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അവിടെ കൊറോണ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക്? ഇല്ല, കുടുംബത്തിൽ എല്ലാവരും ഓക്കെയാണ്. പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? അത് എങ്ങനെയായിരുന്നു എന്റെ ഒരു പരിപാടി? ഒന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു ആൽബം മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വണ്ടർഫുൾ. ബിന്ദുജ എന്തുണ്ട്? സുഖാണ്? കുറെ നാളായി കണ്ടിട്ട്. എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഓക്കെയാണ്? അത്യാവശ്യമൊക്കെ കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ആരാ വിളിക്കണേ? ഓക്കെ, സുനീഷ്. Number 5. Let's open number 5. തകില് നാദസ്വരം. റെഡി? അപ്പൊ പിന്നെ അതിന്റെ പുറകിലുള്ളത് ഓപ്പൺ ചെയ്യാല്ലേ? ലെറ്റ്സ് ഓപ്പൺ. ലോക്ക് ചെയ്യാൻ പോണ? എഴുതിക്കോ. ഇനി അത് തൊടാൻ പാടില്ല. തെറ്റാണെങ്കിൽ മാറ്റാൻ പറ്റില്ല. വളരെ വ്യത്യാസമായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നതാവണം നിർബന്ധമില്ല. ചിലപ്പോ കൂടെയുള്ള ആൾക്കാരിലൊക്കെ വ്യത്യാസമൊക്കെ വന്നേക്കാം. ഓക്കെ, എന്നാലും നമ്പർ പറയും. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. വടിവേലു.
அடடா வேணடா வலிக்கிறதுடா வலிக்கிறது வந்துட்டேடா இங்க வந்துட்டேங்கடா ஏன்டா இப்படி எல்லாம் வந்து என்ன கலாட்டா பண்ணிட்டேங்கடா ஏன்டா 32 പല്ലും കാണു കൊണ്ട് കായിൽ താത്തും നീ ചീറ്റേ ഉള്ളു കൊത്തത്തില്ല പല്ല് പോയില്ലേ ഉണ്ട് നമ്മുടെ ടീമിലാണ് ടീമിലുണ്ട് റോഷൻ വാ ഇങ്ങ് വാ മൈക്ക് കൊടുത്തേക്ക് വാ നടുക്കൊന്ന് ஆஹா அரரரா வந்துட்டய்யா வந்து யார் புள்ள அப்படி எத்தி பாக்குற வேணா സൂപ്പർ സിദ്ദിഖ് കാരണം അവ സിദ്ദിഖ് ഓപ്പൺ ചെയ്യാലോ ഓപ്പൺ ചെയ്ത് കൊടുക്കാലോ ഓപ്പൺ ചെയ്തു രണ്ട് അവിടെ ഓപ്പൺ ഓ ലോക്ക് ചെയ്യണോ ഇനി നമ്മുടെ ജഡ്ജസിന് ഇപ്പൊ ഏതാണ്ട് തീരുമാനമില്ലേ നിങ്ങൾക്ക് ലോക്ക് ചെയ്യണ്ടേ ഓരോരുത്തരായിട്ട് ലോക്ക് ചെയ്തോളൂ എന്തായാലും നമുക്ക് 3 എണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ഇനി അടുത്തത് നോക്കാം സുനീഷ് നമ്പർ പറഞ്ഞോ നമ്പർ 4 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4 KR വിജയ ഹലോ എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് താൻ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിയതാണ് അതെങ്ങനെ മനസ്സിലായി കണ്ടറിയില്ല അപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഈ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ടോ KR വിജയ ചെയ്യാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ ഗിന്നസേ രക്ഷയില്ല അപ്പൊ ഇല്ല ആ 4 അതോടുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവിടെ ഒരു KR വിജയായിരിക്കും ആ 4 ഇനി തുറക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതോ പ്രമോദേ അശ്വന്തേ നമ്പർ 1 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1 സൂര്യ ഇതിനേക്കാളും പ്രമോദിനടുത്ത് ചുമ്മാ ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു சின்னதா வேடு சத்தம் கேட்ட உடனே அது பறக்கிறதுக்கு நான் புறாவ நின்று நிதானமா யாரைய தூக்கிட்டு போற കളികിടാ രാജുടാ പ്രമോദേ പുതിയ നമ്മുടെ സൂറൈ പോർട്ടിൽ ഏതെങ്കിലും കിട്ടിയാ ട്രെയിലറിലെ ഓ അടാലോ கையில் 6000 ரூபாய் வச்சுக்கிட்டு ஒரு ஏர்போர்ட் கம்பெனி வாங்க போற சொன்னப்போ இந்த உலகமே அவன்டா இந்த லூசு கூட தான் பார்த்து ஊரை பொறுத்த வரைக்கும் நீ ஒரு கிறுக்கி நான் ஒரு கிறுக்க பேசாம நம்மளை கிடைக்கலாம் സൂപ്പർ ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1 there റിവീൽ ആഹാ മമ്മൂക്കയുടെ മുഖമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലേ അപ്പൊ അടുത്ത നമ്പർ നിങ്ങളുടെ ലാസ്റ്റ് നമ്പർ 10 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10 സുരേഷ് കൃഷ്ണ സുനീഷേ ഏറ്റെടുത്തോ ഞാൻ അന്നേ പറഞ്ഞതാ വിശ്വസിക്കുന്നത് ചതിക്കുമെന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി ശ്രീബാലയുടെ കല്യാണം നടക്കും നിശ്ചയിച്ച പോലെ തന്നെ വരൻ എന്റെ മകൻ ശ്രീഹരി റിവീൽ സുരേഷ് കൃഷ്ണയുടെ പുറകിലുള്ള 10ന്റെ പുറകിലുള്ളത് റിവീൽ ഏതാണ്ട് തീരുമാനമായി നമ്പർ 25 ലെറ്റ്സ് ഓപ്പൺ നമ്പർ 25 രഞ്ജിത്ത് നമ്മുടെ സംവിധായകൻ ഇടാ ഒരുത്തനെ തളർത്താനോ തകർത്താനോ വിചാരിച്ചാ നീ പറയുന്ന എത്തിക്സും ബൈബിളും ഒക്കെ എടുത്ത് ഞാൻ അങ്ങ് ഉത്തരത്തോട്ട് വെക്കും ചെല്ല് പോയി അച്ചിക്ക് കൂട്ടിരി ഇത് കോശിയും കുര്യനും തമ്മിലുള്ള യുദ്ധമല്ല അയ്യപ്പനും കോശിയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ നിനക്ക് പറ്റില്ലെങ്കിൽ കയറി പോവാൻ നോക്കടാ നിന്റെ കാര്യം നോക്കി എനിക്കറിയാം എങ്ങനെ കളിക്കണമെന്നും കളിപ്പിക്കണമെന്നും അപ്പോ റിവീൽ 25 അപ്പോ ഏതാണ്ട് എല്ലാവരുടെയും ലോക്കിംഗ് ഓപ്ഷൻ കഴിഞ്ഞു 3 നമ്പറുകളും കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ലോക്ക് ചെയ്തായിരുന്നു ഇല്ല ഞാൻ ലോക്ക് ചെയ്തു ബിജുടെ ലോക്ക് ചെയ്തു ആദ്യം ചെയ്തു ഇനിയിപ്പോ ഫസ്റ്റ് ലോക്ക് ചെയ്തത് ഇവരാണല്ലോ ബിജുയുടെ ടീം അതാദ്യം തരൂ നിങ്ങളുടേത് അപ്പൊ ആദ്യം ബിന്ദുജയും ഇവർ എഴുതിയ സാധനം നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം എവരുടെയും വയ്ക്കാം ഇതിൽ വ്യത്യാസമായിട്ട് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒരേ ഉത്തരവാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ബിജുകുടൻ ചേട്ടൻ മാത്രം എഴുതിയ ഒരു ഉത്തരവുണ്ട് MCR മുണ്ടിന്റെ പരസ്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത് അതെ ഞാനാണ് ആദ്യം എഴുതിയത് ആദ്യം ഇത്ര കണ്ടുള്ളൂ ഞാൻ ഇത് MCR മുണ്ടിന്റെ പരസ്യം അല്ലേ ബാക്കി എല്ലാവരും സെയിം സാധനം എഴുതിയിരിക്കണേ ദിലീപൻ മമ്മൂട്ടി കമ്മത്തൻ കമ്മത്ത് എന്നുള്ളതാണ്
ആകെ വ്യത്യസ്തനായ ഒരേ ഒരാളെ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. ഒന്നും പറയല്ല. അപ്പൊ ആ ഏറ്റവും ആദ്യം ലോക്ക് ചെയ്ത ബിന്ദുജിയും ടീമുമാണ്. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കാണ് സമ്മാനം. ഓക്കെ, റിവീൽ. അപ്പോ എവർക്കുള്ള സമ്മാനം കൊടുക്കാൻ ടെൻഷനാ. ഒന്ന് വരും താഴോട്ട്. ടിനിച്ചേട്ടന് വരെ കിട്ടുമായിരുന്നു ആദ്യമേ ലോക്ക് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ആദ്യം ലോക്ക് ചെയ്തതിന്റെ പേരിലും കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തതിന്റെ പേരിലും സുവനീഷിനും ബിന്ദുജയ്ക്കുമാണ് സമ്മാനം. എന്തായാലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം ടീം എന്റെ ആൾക്കാർ വന്ന് ജയിക്കട്ടെ എന്നെല്ലാ ആശംസകളും. അപ്പോ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വോട്ടിംഗ് കാറ്റഗറികൾക്ക് നേരെ നിങ്ങളുടെ ഇഷ്ട വ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.